കോഴിക്കോട് കക്കട്ടിലെ ചെങ്കൽ ഖനനം നടക്കുന്ന മധുകുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു ഭൂപ്രദേശം, വലിയ ഒരു കുന്ന് വർഷങ്ങളായുള്ള ഖനനത്തിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ഈ മേഖലകളിൽ ഖനനം നടക്കുന്നുണ്ട്. ആദ്യം ചെറിയ രീതിയിലായിരുന്നു തദ്ദേശീയർക്ക് വീട് കെട്ടുന്നതിനും മറ്റ് കെട്ടിട നിർമ്മാണങ്ങൾക്കുമൊക്കെയായി ഇവിടെ നിന്ന് കല്ലെടുത്തിരുന്നു. അത്തരം ഓർമ്മകളുണ്ട് നാട്ടുകാർക്ക്. പക്ഷേ അതിനുശേഷമാണ് വലിയ തോതിൽ ഈ മേഖലകളിൽ ഖനനം നടന്നത്. അതിപ്പോൾ നാട്ടുകാർക്കും ഈ പരിസ്ഥിതിക്കും ആകെ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. പലതവണ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഖനനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നടന്നിരുന്നുവെങ്കിലും പൂർണ്ണതോതിൽ ഖനനം നിർത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അത് ഈ ഭൂപ്രദേശം വലിയ തോതിൽ മുൻപ് ചന്ദനക്കാടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണെന്ന് നാട്ടുകാർ പറയുന്നു. താഴെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലസ്രോതസ്സുകൾ, ഒപ്പം തന്നെ ജൈവ വൈവിധ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് ഇത്തരം ചെങ്കൽക്കുന്നുകൾ. ഇവിടെ തങ്ങി നിൽക്കുന്ന വെള്ളമാണ് താഴെ നീരുറവയായി എത്തുന്നതും അനേകം ആളുകൾക്ക് ജലമായി നൽകുന്നതും. അത്തരമൊരു ജൈവ പ്രാധാന്യമുള്ള വലിയ കുന്നാണ് വർഷങ്ങളായുള്ള ഖനനത്തിലൂടെ ഇല്ലാതാകുന്നത്. ഇപ്പോൾ എത്രത്തോളം ആളുകൾക്കാണ് ഈ ഖനനം നിങ്ങളുടെ താഴെ ഇതിൻ്റെ താഴ്വാരങ്ങൾ താമസിക്കുന്നവർക്ക് ഭീഷണിയാവുന്നത്? ഇത് ആയിരക്കണക്കിന് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ കുന്നാണ്. ജൈവ വൈദ്യങ്ങളുടെ ഉറവിടമാണ്. അതുമാത്രമല്ല, 10,000-കണക്കിന് ജീവന് ഭീഷണിയായി നിലനിൽക്കുന്നു ഇന്ന്. പണ്ട് കാലത്ത് നീരുറവകൾ ചുരത്തിയിരുന്ന ഈ മധുകുന്ന്, പണ്ട് കാലത്തുള്ള പഴമക്കാർ പറഞ്ഞത് ഇത് മധുകുന്നിന് മറുകുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഈ ചെങ്കൽ ക്വാറി ഖനനം നിർത്തുക എന്നുള്ളതാണ് ഈ മധുകുന്ന് സംരക്ഷണ സമിതിയുടെ ലക്ഷ്യം. എത്ര കാലമായി ഇവിടെ ഖനനം തുടങ്ങിയിട്ട്? ഇത് 2002-ലാണ് ഖനനം തുടങ്ങിയത്. ആദ്യം പ്രദേശത്തെ വീടുകൾക്കൊക്കെ വേണ്ടി ചെറിയ തോതിൽ താഴെ ഭാഗത്ത് ഖനനം തുടങ്ങി. അത് പിന്നീട് മധുകുന്ന് 1000 ഏക്കർ വരുന്ന പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കുകയുണ്ടായത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുന്നിൽ മറയൂർ ചന്ദനത്തെ കിടപിടിക്കുന്ന ചന്ദന മരങ്ങളുള്ള ഒരു കുന്നാണിത്, മധുകുന്ന്. ഇവിടെ ആദ്യം ഇവിടെ നല്ല വലിപ്പമുള്ള ചന്ദനങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യം ചന്ദന മാഫിയകളാണ് ഈ കുന്നിനെ പിടിമുറുക്കിയത്. ഇതിൻ്റെ ചെങ്കുത്തായ 4 വശത്തേക്കും ചെങ്കുത്തായ ഒരു കുന്നാണിത്. ഇതിലിപ്പം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബങ്ങൾ മൊത്തം ഭീഷണിയിലാണ്. ഇവിടെ വലിയ ഗർത്തങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കുന്നിൻ്റെ ഈ താഴ്വാരങ്ങളിലുള്ളവർക്ക് വലിയ ഭീഷണിയായിട്ട് ഉണ്ട് ഇന്ന്. ഇത് കഴിഞ്ഞ പ്രളയ സമയത്ത് ഒരു വീട്, ഇതിൻ്റെ താഴെയുള്ള ഒരു വീടിന് മണ്ണൊലിപ്പിൽ സാരമായ കേടുപറ്റിയിരുന്നു. കുറ്റ്യാടി, കുന്നുമ്മൽ, പുറമേരി എന്നീ 3 പഞ്ചായത്തുകളിലായാണ് മധുകുന്ന് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 3 വില്ലേജുകളിലായി ഇത് വിഭജിക്കപ്പെട്ട് കിടക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ, അധികാരികൾ നൽകുന്നത് ആർക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടത് എന്ന തരത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ പോലും അവർക്ക് കൃത്യതയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ആരാണ് ഇവിടെ ഖനനം നടത്തുന്നത്, ഈ ഭൂപ്രദേശങ്ങൾ ആരുടെ കയ്യിലാണ് എന്നത് സംബന്ധിച്ച് പോലും റവന്യൂ വകുപ്പിനോ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കോ അവരുടെ കയ്യിൽ രേഖകളില്ല എന്നതാണ് അവർ ചോദിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഖനനം ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടരുന്നു. ഒപ്പം തന്നെ വലിയ തോതിൽ അത് താഴ്വാരങ്ങളിൽ കഴിയുന്നവരുടെ ജീവനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.